ഉണ്ടാക്കിയ അരിയൊക്കെ മാവാക്കി ദോശയാക്കി നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു. സോ മെനി ഗുഡ് കറീസ് ആർ ദേർ അല്ലേ. പയറുണ്ട്, കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. സോ കീപ് സേയിങ്. പലതരത്തിൽ പറയാം, ഒച്ചത്തിൽ പറയണമെന്നില്ല, മനസ്സിൽ താങ്ക് യു പറഞ്ഞാൽ മതി അല്ലേ. നമ്മുടെ മുമ്പിൽ ഇത് എത്തിച്ചെന്നതിന് സൗണ്ട് നാളെ തൊട്ട് സ്റ്റാർട്ട് ഏർലി എന്ന് പറയുമ്പോൾ എന്താണ്, ഗെറ്റപ്പ് ഏർലി എന്നും ആക്കാം. കുറച്ചുകൂടി നേരത്തെ എണീറ്റാൽ യു വിൽ ഹാവ് മോർ ടൈം. ബിക്കോസ് ടൈം ഇല്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല. ഇറ്റ്സ് ടൈം മാനേജ്മെന്റ്. Everybody in this universe is having 24 hours, right? So we have to manage the time. A successful person, നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ നോക്കുമ്പോൾ അതിനകത്ത് one of the most important points are they manage their time very well. How to manage is a big issue. So ഇന്ന് കോളേജിൽ പോകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? വിഷ് എവ്രിബഡി ഹൂഎവർ നമ്മുടെ മുമ്പിൽ വരുന്ന ആരെയും വിഷ് ഗിവ് എ ബ്യൂട്ടിഫുൾ സ്മൈൽ. കോംപ്ലിമെന്റ് ചെയ്യണം. Your shoes is good, your dress is good, you are looking good. അങ്ങനെ കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ I know. എപ്പോഴും കോംപ്ലിമെന്റ് ചെയ്തു നമ്മൾ വല്ലപ്പോഴും കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ it will look like നമ്മൾ ജെന്യൂൻ ആയിട്ട് പറയണേ. അതും കുറച്ച് കഴിയുമ്പോൾ കുഴപ്പമില്ല. ഇപ്പൊ തന്നെ ഏജിൽ അങ്ങനെ തോന്നുന്നു. യു ആർ റൈറ്റ്. അപ്പൊ എന്തുപറ്റുന്ന കുറെ കൂടി കഴിയുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ എനിക്കും പണ്ട് തോന്നി പക്ഷേ നമ്മൾ അങ്ങനെ പറഞ്ഞത് വേണ്ടായിരുന്നു എന്നൊക്കെ. പിന്നെ അതൊന്നും നോക്കുന്നില്ല വെദർ ദേ റെസ്പോണ്ട് ഓർ നോട്ട്. I keep on saying hi, how are you? I smile and look. ഒരു നല്ല